ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. അപ്പം നമ്മളിന്ന് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസ്, അതിൽ കുറേ പ്രീവിയസ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം നമ്മൾ ക്ലാസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടും അത് പഠിക്കണം. എന്നാലാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെയെല്ലാം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാമെന്നും കൂടി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ക്ലാസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. എപ്പോഴാണ്? 1938 അക്കമ്മ ചെറിയാൻ ദേശസേവിക സംഘം സ്ഥാപിച്ചത്. സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ഈ ദേശസേവിക സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ദേശസേവിക സംഘം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകളുടെ സന്നദ്ധ സേവ സംഘമാണ്. തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭണത്തിന് ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് എന്നറിയാം. അപ്പോൾ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് ജാഥ നയിച്ചത്. അപ്പോൾ ഈ മൂന്നും പഠിച്ചു വയ്ക്കുക. ഇനി 1947 അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. എങ്ങനെ? എതിരില്ലാതെ. എപ്പോൾ? 1947. എവിടേക്ക്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക്. ഇനി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അക്കമ്മ ചെറിയാനാണ്. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമായ ദേശസേവിക സംഘം അക്കമ്മ ചെറിയാനാണ് 1938 സ്ഥാപിച്ചത്. അതുപോലെ ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായിട്ട് അക്കമ്മ ചെറിയാൻ നയിച്ച ജാഥയാണ് രാജധാനി മാർച്ച് എന്ന് പറയുന്നത്. തമ്പാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു ആ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 1947 അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. എങ്ങനെ? എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നും അറിയപ്പെടുന്നു. ഇനി 1947 ജനുവരിയിൽ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ച ജയ കേരളം എന്ന പ്രസിദ്ധീകരണത്തിന് ആദ്യ പ്രതി പുറത്തിറക്കുന്ന വേളയിൽ തങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ അനുകൂലിക്കുന്നുവെന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഐക്യ കേരള പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും പ്രസ്താവിച്ചത് ആരാണ്? KPS മേനോനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ജനുവരിയിൽ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ച ജയ കേരളം എന്ന പ്രസിദ്ധീകരണത്തിൽ, ഏത് പ്രസിദ്ധീകരണമാണ്? ജയ കേരളം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യ പ്രതി പുറത്തിറക്കുന്ന വേളയിൽ എങ്ങനെ പറഞ്ഞത്? തങ്ങൾ ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ അനുകൂലിക്കുന്നുവെന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഐക്യ കേരള പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും പ്രസ്താവിച്ചു. ആര്? KPS മേനോൻ. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് രാജധാനി ജാഥ നയിച്ചത് ആരാണെന്ന് പറഞ്ഞത്? അക്കമ്മ ചെറിയാനാണെന്ന് പറഞ്ഞു അല്ലേ. 1970 കേരള പുലയർ മഹാസഭ രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത് ആര്? PK ചാത്തൻ മാസ്റ്ററാണ് 1970 കേരള പുലയർ മഹാസഭ രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത്. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് കോഴഞ്ചേരി പ്രസംഗം C കേശവൻ നടത്തിയത്. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട വ്യക്തി. ആര്യ സമാജത്തിൻ്റെ സ്ഥാപക നേതാവ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ. അതുപോലെ ആര്യവംശധാരണി സഭ സ്ഥാപിച്ചത്. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത്. അതുപോലെ സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചതുമെല്ലാം പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? അത് സമത്വ സമാജമാണ്. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ് കേട്ടോ. അപ്പോൾ ആരെ സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികളാണ്. എപ്പോഴാണ്? 1836 സമത്വ സമാജം സ്ഥാപിച്ചത്.
നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് NSS എന്ന് പറയുന്നത്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ആരംഭിച്ച സംഘടനയാണിത്. 1914 ഒക്ടോബർ 31 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നായർ ഭർത്യജന സംഘം എന്നാണ്. ഈ നായർ ഭർത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. അത് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി. ആ പേര് നിർദ്ദേശിച്ചത് K പരമുപിള്ളയാണ്. NSSൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കോട്ടയത്തെ കറുകച്ചാലിലാണ്. അപ്പോൾ ഈ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. ആരിൻ്റെ മാതൃകയിൽ നിന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ടാണ് ഈ സംഘടന സ്ഥാപിച്ചത്. 1914 ഒക്ടോബർ 31 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ആദ്യകാലങ്ങളിൽ നായർ ഭർത്യജന സംഘം എന്നറിയപ്പെട്ടു. ഈ നായർ ഭർത്യജന സംഘം എന്ന പേര് നിർദ്ദേശിപ്പിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. അത് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി മാറ്റി. ആ പേര് നിർദ്ദേശിച്ചത് K പരമുപിള്ളയാണ്. ഈ NSSൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കോട്ടയത്തെ കറുകച്ചാലിലാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1925 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് 100 മീറ്റർ അകലെ അയിത്ത ജാതിക്കാരായ അവർണർ, അതുപോലെ അവർണ ഹിന്ദുക്കൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വഴിയിലൂടെ 100 മീറ്റർ അകലെ ഉള്ള വഴിയിലൂടെ 100 മീറ്റർ ആ വഴിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നെഴുതിയ ഒരു ബോർഡും കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈക്കം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത്. TK മാധവൻ, KP കേശവമേനോൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, കൂറൂർ നീലകണ്ഠ നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു ഇതിനെതിരെ നടന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ആരൊക്കെയാണ്? TK മാധവനും, KP കേശവമേനോനും, K കേളപ്പനും, CV കുഞ്ഞിരാമനും, കൂറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടുമൊക്കെ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് നാഗർകോവിലിൽ നിന്നും വൈക്കത്തു നിന്നും ഓരോ ജാഥ പുറപ്പെടുകയും അവ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് റീജൻ്റായി വർക്ക് ചെയ്തിരുന്ന മഹാലക്ഷ്മി സേതുലക്ഷ്മി ബായിക്ക് വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും EV രാമസ്വാമി നായ്ക്കറും അതുപോലെ ഗാന്ധിജിയും പഞ്ചാബിൽ നിന്ന് അകാലികളും ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം അധികൃതരിൽ നിന്നുണ്ടായിരുന്ന വിട്ടുവീഴ്ചകൾക്കനുസരിച്ച് അഹിന്ദുക്കൾ സഞ്ചരിക്കുന്ന അതിർത്തി വരെ അവർണർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നൽകപ്പെടുകയുണ്ടായി. ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്? വൈക്കം സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സാധുജന പരിപാലന സംഘത്തിന് നേതൃത്വം നൽകിയത് ആര്? അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളി, വില്ലുവണ്ടി ജാഥ അയ്യങ്കാളി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. എപ്പോഴാണ്? 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന ഏതാണ്? SNDP ആണ്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന ഏതാണ്? SNDP ആണ്. സാധുജന പരിപാലനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത്. 1913 ഇത് ആരംഭിച്ചത്. ഏതാണ് ആരംഭിച്ചത്? സാധുജന പരിപാലനി ആരംഭിച്ചത്. മുഖപത്രമായ സാധുജന പരിപാലന ആരംഭിച്ചതാണ് 1913. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതെപ്പോഴാണ്? അത് 1907 ഈ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ് ഈ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ വന്നിട്ട് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് എപ്പോഴാണ്? 1938 സാധുജന
പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? ആർ മങ്കട കൃഷ്ണ രാജവർമ്മയാണ്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? മങ്കട കൃഷ്ണ രാജവർമ്മയാണ്. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രമായ രാജ്യസമാചാരം പുറത്തിറങ്ങിയ വർഷം 1847 ജൂണിലാണ്. അപ്പോൾ രാജ്യസമാചാരം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ വർത്തമാന പത്രമാണ്. അത് എവിടെ നിന്നാണെന്ന് ചോദിക്കും, ഏത് വർഷമാണെന്ന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വരിക വരിക സഹചരെ ആ ഗാനം ഏതു സമരവുമായി ബന്ധപ്പെട്ട്? ഉപ്പു സത്യാഗ്രഹം. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവ്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? മങ്കട കൃഷ്ണ രാജവർമ്മ. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രമായ രാജ്യസമാചാരം പുറത്തിറങ്ങിയ വർഷം 1847 ജൂൺ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ജാതിനാശിനി സഭ ആരംഭിച്ച നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. ജാതിനാശിനി സഭ ആരംഭിച്ച നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. ഹിന്ദു പുലയ സമാജം ആരംഭിച്ചത് ആരാണ്? കുറുമ്പൻ ദൈവത്താനാണ്. ഹിന്ദു പുലയ സമാജം ആരംഭിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. പുലയ മഹാസഭ ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കൊച്ചി പുലയ മഹാസഭ ആരംഭിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള പുലയ മഹാസഭ ആരംഭിച്ചത് ആരാണ്? പി.കെ. ചാത്തൻ മാസ്റ്റർ. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കേരള പുലയ മഹാസഭ പി.കെ. ചാത്തൻ മാസ്റ്റർ. പുലയ മഹാസഭ അയ്യങ്കാളിയാണ്. അരയവംശധാരണി സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. ഈഴവ സമാജം സ്ഥാപിച്ചത് ടി.കെ. മാധവനാണ്. ഈഴവ സമാജം ടി.കെ. മാധവൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഹിന്ദു മഹാമണ്ഡലമാണ്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ടി.കെ. മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യം ഏതാണ്? മഹാസമാധിയാണ്. ടി.കെ. മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യമാണ് മഹാസമാധി. ടാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ടാഗോറുമായുള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. ടാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷിയാണ് കുമാരനാശാൻ. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ സാമൂഹിക സംഘടനയായി അറിയപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ ക്വസ്റ്റ്യനും PYQ തന്നെയാണ്. കാരണം നമുക്കറിയാം കുറേ സംഘടനകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ആ സംഘടന വന്ന വർഷം, ഇയർ, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ആ ടോപ്പിക്ക് ബോറിംഗ് ആവാം, പലതും മിസ്സും ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ക്ലാസ്സും കൂടി ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരമാവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ക്ലാസ്സുകളുമായി വന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.